ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവർക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ ഞാൻ എല്ലാം നല്ലോണം പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർക്ക് കൊടുത്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഇന്നത്തെ ഹൈറ്റ്. ബാ. സോ അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നല്ലേ, ഇത് നല്ല ഉപ്പിലിട്ട മാങ്ങ കണ്ടോ. ഉപ്പും കായകവും കായവും മുളകും ഒക്കെ ഇട്ട് ഇല്ല അവിടെ അച്ചാറിടാൻ വേണ്ടി വെച്ചിരുന്നതാണേ. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവരുടെ മോൻ്റെ അച്ഛൻ ഇത് കുറേ എടുത്ത് കഴിച്ചു. സോ ഇനി ഇത്രേ ഉള്ളൂ. ഈ ചിക്കൻ ഫ്രൈയും ഈ ഉപ്പിലിട്ട മാങ്ങയും ഇതിന് ചോറുണ്ട്. ചോറ് കഴിയാറായി, രാവിലെ ഉണ്ടാക്കിയതാണ്. ചോറും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ഉപ്പിലിട്ട മാങ്ങ കാണിച്ചരാവേ. ഇപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്കിത് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ വറുത്തതിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റർ എത്തിയിട്ടുണ്ട്. സോ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ എടുത്ത് കഴിച്ചു നോക്കി. ഭയങ്കര ചൂടായിരുന്നു, എൻ്റെ പൊള്ളിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് ബിനോയ് ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്, എടി നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ എന്താണെന്നറിയോ, പിന്നെ നടന്നത് ചരിത്രമായിരുന്നു ഗൈസ്, ചരിത്രം. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പോയിട്ട് ഒരു വലിയൊരു പാത്രമായിട്ട് വരുന്നത്. എന്തിനാ ഈ വറുത്തിട്ടിരിക്കുന്ന എല്ലാം പറക്കി തിന്നാനായിട്ട്. പാവല്ലേന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു കേട്ടോ. ചിക്കൻ വറുത്തത്, ഉള്ളി വറുത്തത് കഴിഞ്ഞാൽ അപ്പം എത്തും കേട്ടോ കിച്ചണിലോട്ട്. എന്നിട്ട് ഇത് പറക്കിക്കൊണ്ട് വെച്ച് ഒരറ്റത്തിരുന്ന് തിന്ന് തീർക്കുക. എന്നിട്ട് ദീപിക്ക് അടുത്ത പോരട്ടെ. ഭയങ്കര ക്രിസ്പിയാണ്. പിന്നെ ഞാൻ കല്ലുമ്മേക്കായി അന്ന് ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഞാനേ കുറച്ച് മസാല ആക്കി കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തോരനായിരുന്നു. മസാല ഓക്കെ കുഴപ്പമില്ല, പക്ഷെ തോരനാണ് നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയായി. കുറച്ച് അച്ചാറും കൂടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാനിട്ട മാങ്ങ അച്ചാർ. ഇങ്ങനെയുണ്ട് ഗൈസ്, നല്ലല്ലേ? ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു.